ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 1-ലാണ് കേട്ടോ. നാട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ കാരണം വെച്ചാൽ ഇതിന് മുന്നേ ഞാൻ നാട്ടിലേക്കുള്ള യാത്രാ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പ്രാവശ്യം പോണത് എയർ ഇന്ത്യയിലാണ്. വേറെ ഒന്നുമല്ല, വേറെ ഒന്നിലും സീറ്റില്ലാത്ത കാരണം എയർ ഇന്ത്യ ചൂസ് ചെയ്ത്. വേറെ മാർഗ്ഗമൊന്നുമില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ല, എയർ ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ എയർ ഇന്ത്യനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എയർ ഇന്ത്യനെ കുറിച്ച് ഒരുപാട് മോശം അഭിപ്രായങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം നിലവിൽ അഹമ്മദാബാദിൽ ഈ അപകടം നടന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണതാണ്. എയർ ഇന്ത്യയിൽ പോകാനായിട്ട് ആരും പ്രവാസികൾ അധികം ഇഷ്ടപ്പെടാത്ത ഇപ്പോൾ എയർലൈൻസായി മാറിയിരിക്കുന്നത്. പക്ഷേ എയർ ഇന്ത്യയിൽ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ദുബായ് ടു കൊച്ചി. അപ്പോൾ പോവല്ലോ ഉള്ളിലേക്ക്. കമാൺ. നമ്മൾ ഫ്ലൈറ്റ് എവിടെയാണ് നോക്കട്ടെ കേട്ടോ. ഫ്ലൈറ്റ് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇൻഫർമേഷൻ ബോർഡ്. അതിൽ നമുക്ക് നോക്കാം. എയർ ഇന്ത്യ കൊച്ചി, കൊച്ചി കാണുന്നുണ്ട്. കൊച്ചി ഏരിയ നമ്പർ 2, ഏരിയ നമ്പർ 2ലാണ് കേട്ടോ. ഏരിയ നമ്പർ 2 അങ്ങ് ദൂരെ പോകണം. മർഹബ. ഇതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ടെർമിനൽ 1 എന്തൊക്കെ ഫെസിലിറ്റീസ് നമുക്ക് കിട്ടും എന്നുള്ളത് കേട്ടോ. അത് ഉള്ളിൽ കയറിയിട്ടുണ്ടായില്ല, ഞാൻ പുറത്ത് നിന്നിട്ടാണ് ചെയ്തിരുന്നത്. അതായത് ഡിപ്പാച്ചർ ഏരിയയിൽ മാത്രം. ഇനി നമ്മൾ ടെർമിനലിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് നമുക്ക് കയറേണ്ടത്. ഏരിയ നമ്പർ 2 കണ്ടില്ലേ? ഏരിയ നമ്പർ 2 ചെക്കിങ് ഓപ്പൺ ആണെന്നാണ് കാണിക്കുന്നത്. നേരത്തെ വന്ന് ലോഞ്ചിലൊക്കെ ഒന്ന് കയറണം, ഒന്ന് റിലാക്സ് ആയിട്ട് പോകണം. ഓടിച്ചാടി പോയാലും ഒരു സുഖം ഉണ്ടാവില്ല. എയർ ഇന്ത്യ കണ്ടില്ലേ? വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ലഗേജ് ഡ്രോപ്പ് ചെയ്യണ സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ. പ്രീമിയം ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഹിയർ, എക്കണോമി. യെസ്, ഹലോ. അപ്പോൾ ഇതേ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ടാ. ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം നടക്കണമെങ്കിൽ ഇവിടുന്ന് ഒരു ചെറിയൊരു മെട്രോ ഉണ്ട്. മെട്രോ വഴിയാണ് ടെർമിനലിലേക്ക് പോകും. ടെർമിനലിൽ ചെന്നിട്ട് അവിടെ ലോഞ്ച് ഉണ്ട്. അഹ്ലൻ ലോഞ്ചിൽ കയറാനുള്ള പ്ലാന്. നോക്കാൻ എങ്ങനെയെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, മർഹബയിൽ ഭയങ്കര തിരക്കാണ് എപ്പോഴും മർഹബ ലോഞ്ചിൽ. അതുകൊണ്ട് അഹ്ലൻ ലോഞ്ചിൽ കയറാൻ പ്ലാൻ.
ഇവിടെ കണ്ടില്ലേ കണക്ഷൻ ഫ്ലൈറ്റ് ഇട്ടാ, നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റിലേക്കല്ല പോകേണ്ടത്. അവിടെ ആ ബോർഡ് കണ്ട, കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതർ എയർലൈൻസിൽ, അതായത് ഇപ്പോൾ നാട്ടിൽ നിന്ന് എയർ ഇന്ത്യക്കോ അല്ലെങ്കിൽ ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് അങ്ങനെയുള്ള ഫ്ലൈറ്റിനൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് വേറൊരു ഫ്ലൈറ്റിന് വേറെ രാജ്യത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ. കണക്ഷൻ ഫ്ലൈറ്റ് കാണിച്ചാൽ കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെയും കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻ കേസ് നിങ്ങൾ നാട്ടിൽ നിന്ന് എയർ ഇന്ത്യക്കോ വേറെ ഫ്ലൈറ്റിന് ഇവിടെ വന്നിട്ട് ദുബായിൽ വന്നിട്ട് ദുബായിൽ നിന്ന് എമിറേറ്റ്സിനാണെങ്കിൽ പോകണമെങ്കിലും ഇവിടെ തന്നെ വന്നാൽ മതി, കണക്ഷൻ ഫ്ലൈറ്റ് ഏരിയയിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ആ കണക്ഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ D1 D32 കാണാം കേട്ടോ ഇവിടെ ബോർഡ്. ഓക്കെ, നമ്മളെ ഗേറ്റ് പറഞ്ഞിട്ടില്ല, ഗേറ്റ് ഇനിയിപ്പോൾ നോക്കണം, ഗേറ്റ് കൺഫേം ആയിട്ടില്ല നമുക്ക്. ഞാൻ ഒരുപാട് നേരത്തെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്, കാരണം വേറെ ഒന്നുമല്ല, ലോഞ്ചിൽ കയറണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് വന്നേക്കുന്നത്. ഇവിടുന്ന് എനിക്ക് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. എയർലൈൻസ് ലോഞ്ച് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, നോക്കട്ടെ. മർഹബ എന്ന് പറഞ്ഞ ലോഞ്ച്, മർഹബയിൽ തിരക്ക് കാരണമാണ് ഞാൻ അഹലൻ ലോഞ്ചിലേക്ക് പോകണത്. നമുക്ക് അപ്പുറത്തെ സൈഡിലാണ് പോകേണ്ടത്. ഞാൻ സംസാരിച്ച് ഇവിടെ എത്തി. ദ ന്യൂഡിൽ ഹൗസ് എന്ന് പറഞ്ഞിട്ട് കാണാം. നമുക്ക് സ്മോക്കിംഗ് ലോഞ്ച്, സ്മോക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇവിടെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ അതൊക്കെ സ്മോക്കിംഗ് ലോഞ്ച്, ആവശ്യമുള്ളവർക്ക് മാത്രം ഉപയോഗിക്കാം. ആ അറ്റത്താണ് കേട്ടോ. ഒരുപാട് ഇങ്ങോട്ട് പോകുന്നു, ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ പോകുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ, അപ്പോൾ അതിൻ്റേതായ അറിവില്ലായ്മ ഉണ്ട്, ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ ഉള്ളിൽ. ലോഞ്ചിലൊന്നും കയറിയിട്ടില്ല. ഞാൻ എമിറേറ്റ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ മർഹബ ലോഞ്ച്, അതേപോലെ തന്നെ അതിന് മുന്നേ ഞാൻ തായ്ലാൻഡിൽ പോയപ്പോൾ അഹലൻ ലോഞ്ചിൽ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ അഹലൻ ലോഞ്ച് എവിടെയെന്ന് നോക്കട്ടെ. ഗേറ്റ് നമ്പർ 32 കേട്ടോ, അതിൻ്റെ അടുത്താണ് ലോഞ്ച്. ഇതാണ് ലോഞ്ച്, അഹലൻ ലോഞ്ച്. ഇവിടെ ബിസിനസ് ക്ലാസ് ലോഞ്ച് എന്ന് എഴുതിയിട്ടുണ്ട്, നോക്കണ്ട, എല്ലാവർക്കും കയറാൻ പറ്റും. നോർമൽ എക്കണോമിക് ക്ലാസ്സുകാർക്ക് ഇതിൽ കയറാമെന്നാണ് പറഞ്ഞത്. ഞാൻ എക്കണോമിക് ക്ലാസ് ടിക്കറ്റാണ് എടുത്തേക്കുന്നത്, അതിൻ്റെ പേരിൽ ഞാൻ കയറുന്നുണ്ട് കേട്ടോ. ഹലോ, ഹായ്. പിന്നെ ഇവിടെ ഒരുപാട് ഫുഡുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുഡുകൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ വരുമ്പോൾ വെജിറ്റബിൾ സൂപ്പ്. ഓക്കെ, വെജിറ്റബിൾ സൂപ്പിന് ശേഷം ഇവിടെ വെച്ചിട്ടുണ്ട് വൈറ്റ് റൈസ് കേട്ടോ, ബാരിക് റൈസാണ്. പിന്നെ അടുത്തത് കപ്സ റൈസ് ഉണ്ട്. പിന്നെ ഗാർലിക് റോസ്മേരി പൊട്ടാറ്റോ, അതാണ് ഈ സംഭവം. ഓക്കെ, വെച്ചിട്ടുണ്ട്. പിന്നെ അറബിക് ലാമ്പ്, ഇതാണ് ഞാൻ എടുത്തത് കേട്ടോ, അറബിക് ലാമ്പ്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ ഭക്ഷണ വിശേഷം.
കുറച്ച് റൈസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മട്ടൺ സ്റ്റൂ, പിന്നെ കുറച്ച് സലാഡ്, പിന്നെ ഒരു 7 അപ്പ് കേട്ടോ. ഇതാണ് ഇപ്പോൾ ഫസ്റ്റ് കഴിക്കാൻ പോകണം കേട്ടോ. ആ റൈസ് തിന്നതിന് ശേഷം ഇവിടെ ഞാൻ മറ്റൊരു സാധനം കണ്ടിട്ടോ. അപ്പോൾ അതെടുത്തതാണ് ഈ കാണുന്നത്. ഫിഷ് മഞ്ചൂരിയനാണ്. അപ്പോൾ അതൊന്ന് കഴിക്കുന്ന ആഗ്രഹം. ഇങ്ങനെ ഒരു പാത്രത്തിലാണ് നമുക്ക് തരുന്നത്. അവർ കണ്ടില്ലേ, പാത്രത്തിൽ കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് എടുത്തതാണ്. പിന്നെ ഇവിടെ കുറച്ച് സ്വീറ്റ്സ് എടുത്തിട്ടുണ്ട്, കേക്കും പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസും കേട്ടോ. ഇതാണ് ഞാൻ ഇവിടെ നിന്ന് കഴിക്കുന്നത്. അങ്ങനെ ലോങ് ജിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഗേറ്റ് കണ്ടുപിടിച്ചിട്ട് വേണം. ഗേറ്റ് നമുക്ക് മെൻഷൻ ചെയ്ത് തന്നിട്ടില്ല. ബോർഡിംഗ് പാസ് തന്നപ്പോൾ തന്നെ അവൻ പറഞ്ഞ് കുറച്ച് ടൈം ഓടിക്കും. നമ്മൾ നേരത്തെ വന്നായിരുന്നു ഗേറ്റ് പറഞ്ഞിട്ടുണ്ടായില്ല. ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇരിക്കാൻ മാത്രമല്ല, കിടക്കൊക്കെ ചെയ്യുക. ഇത് കണ്ടില്ല, ഒരുപാട് ആൾക്കാർ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഫ്ലൈറ്റിന് സമയമായി. അപ്പോൾ ഡ്യൂട്ടി ഫ്രീന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നുണ്ട്. ചോക്ലേറ്റ്സൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ജ്യൂസ് ഐറ്റംസ് എന്തെങ്കിലും വാങ്ങണം. ഇവിടെ കയറാം. ഓക്കെ. ഇപ്പം ഈ കണ്ട ഡ്യൂട്ടി ഫ്രീ ഇല്ല. അവിടെ കയറിയപ്പോൾ അവിടെ കൂടുതലും ചോക്ലേറ്റും അതേപോലെ തന്നെ മദ്യമാണ്. അപ്പോൾ ഞാൻ ജ്യൂസും കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ അടുത്ത സ്റ്റോറിലാണ്. ഓരോരോ ഭാഗങ്ങളായിട്ട് തിരിച്ചേക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ല ഫുഡ് പ്ലസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഉള്ളിൽ കയറിയാൽ മതിട്ടാ. ജ്യൂസ് ചോക്ലേറ്റൊക്കെ മേടിക്കാനായിട്ട് ഫുഡ് പ്ലസ് ഇതിലാണ് കയറേണ്ടത്. ഇത് കിട്ടാവുന്നത് നോക്കട്ടെ. ജ്യൂസ് ഐറ്റംസ്, ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ജ്യൂസ്, വെള്ളം ഇതൊക്കെ ഇവിടെ ഉണ്ട്. ജ്യൂസ് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ റാണി ജ്യൂസൊക്കെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ പിന്നെ കൂടാതെ ഇവിടെ കോള ഐറ്റംസ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ കേട്ടോ ഒരുപാടുണ്ട്. ഞാൻ അത് എടുത്തേക്കണത് എൻ്റെ ബാസ്ക്കറ്റിലുണ്ട്. ഞാൻ ഇത്രയും ഞാൻ എടുത്തിട്ടാ. ഒരു കയ്യിൽ ക്യാമറ കാരണം ബുദ്ധിമുട്ടാണ് ഷൂട്ട് ചെയ്യാൻ. എടുത്തതിന് ശേഷമാണ് ഞാൻ കാണിക്കുന്നത്. ഇതാണ് ഞാൻ എടുത്തേക്കണത്, കണ്ടില്ലേ. ഇത് ക്യാമറയുടെ കവറാണ് കേട്ടോ, ബ്ലാക്ക്. ഇത് ഞാൻ കൈ പിടിക്കുന്ന കാരണം അവിടെ വെച്ചേക്കണതാണ്. ജർമ്മൻ ചോക്ലേറ്റിനൊക്കെ ഓഫർ ഉണ്ട് കേട്ടോ. അതാ ഈ കമ്പനി അറിയില്ലേ. പിന്നെ പാൽപ്പൊടിയുടെ മെയിൻ ആൾ കേട്ടോ, നിഡോ. ഇതിന് ഡ്യൂട്ടി ഫ്രീ വില നോക്കിക്കോ 89 ദിറംസ് കേട്ടോ. 89 ദിറംസ്. ഓക്കെ. ഇവിടെ വരുമ്പോൾ ആങ്കർ 60 കേട്ടോ. പക്ഷെ വ്യത്യാസമുണ്ട്. അത് 89 ദിറംസ് പറഞ്ഞാൽ 2 കിലോത്തിൻ്റെയാണ്. ഇത് വരുന്നത് 1.5 കിലോത്തിൻ്റെ ഉണ്ട് ആങ്കർ. ഓക്കെ. സഫ്രോൺ വേണ്ടവർക്കൊക്കെ ഇതാ ഇവിടെ സഫ്രോൺ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, കുങ്കുമപ്പൂ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഡ്യൂട്ടി ഫ്രീ കയറി ജ്യൂസൊക്കെ വാങ്ങിയതിന് ശേഷം ഞാൻ ഗേറ്റിൽ നടക്കണം കേട്ടോ. ഗേറ്റ് D12 ആണ്. ഇതിൻ്റെ അടുത്ത് തന്നെ, അതിൻ്റെ അടുത്ത് തന്നെയാണ് കയറിയത്. അടുത്ത് തന്നെ കേട്ടോ എയർ ഇന്ത്യ. ഇതാ കണ്ടില്ലേ D12 എയർ ഇന്ത്യ. ഇതാണ് നമ്മളെ ഗേറ്റ്. ഓക്കെ. ഇവിടെ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മറ്റ് എയർലൈൻസിലൊക്കെ പോകാനുള്ള ആളുകളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടുത്തൊരു വിസ്താരമുണ്ട്. പിന്നെ യമൻ എയർലൈൻസ് കിടക്കുന്നുണ്ട്. യമനികളൊക്കെയാണ് ഈ ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ദുബായ് എയർപോർട്ടിൽ കിടന്നുറങ്ങാൻ വല്ല വിചാരമുണ്ടോ? എന്താണ് ഇങ്ങനെ ചോദിക്കണമെന്നായിരിക്കും അല്ലേ. എന്നാൽ ആ ട്രാൻസ്ഫർ ഫ്ലൈറ്റുകൾ ഒരുപാട് സമയം നിങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട സമയമുണ്ടെങ്കിൽ എൻ്റെ തൊട്ട് ബാക്കിൽ കണ്ടില്ലേ സ്ലീപ്പ് ഇൻ ഫ്ലൈ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റും കേട്ടോ. ദുബായ് എയർപോർട്ടിൽ ഉറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ ഇതിൽ ആസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്കിവിടെ കിടന്ന് ഉറങ്ങാനുള്ള സമയമൊന്നുമില്ല. എൻ്റെ ഫ്ലൈറ്റിൻ്റെ ടൈമായി തുടങ്ങി. പക്ഷേ എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ ഇതിനുള്ള ഒരു ആസ് ഉണ്ട്. എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് നിങ്ങളെ ഫുള്ള് പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇത് ഉള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് നമ്പർ, അതായത് D7 ഓപ്പോസിറ്റാണ് കേട്ടോ ഇതുള്ളത്.
ഇവിടെ നമുക്ക് സ്ലീപ്പ് ചെയ്യുമ്പോഴുള്ള പില്ലോ, ഇതൊക്കെ പില്ലോ ആയിട്ട് യൂസ് ചെയ്യാം ഈ പാവകളൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നെക്കിൽ വെക്കാൻ പറ്റിയ ഇതൊക്കെ ഇവിടെ കിട്ടും, കണ്ടില്ലേ നമുക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ. പിന്നെ ഇവിടെ ചെറിയൊരു വീണ്ടും ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്, സ്ലീപ്പ് ഇൻ ഫ്ലൈ. അപ്പോൾ ഇവിടെ നമുക്ക് ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആക്സസ് ചെയ്തിട്ട് ഇവിടെ ഉറങ്ങാൻ പറ്റും. പിന്നെ നമുക്ക് ടൗല് വാങ്ങാം, ഇതാണ്ടില്ലേ ഒരുപാട് ടൗലുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ കേട്ടോ. പിന്നെ അതാ നമുക്ക് കവറ്, അപ്പോൾ നിങ്ങൾ യൂറോപ്പ് രാജ്യങ്ങൾക്കൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഫേസ് തല കവർ ചെയ്യാൻ പറ്റിയത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയും കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല ചെറിയൊരു ബാഗ് വേണമെങ്കിൽ വാങ്ങാം. ഇതൊക്കെ ഓപ്പൺ ആയിട്ട് വെച്ചേക്കാം കേട്ടോ, ഇവിടെ നിന്ന് ആരും എടുത്തുകൊണ്ട് പോകുന്നില്ലല്ലോ, അതിൻ്റെ പേരിലെല്ലാം ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ ദുബായ് എയർപോർട്ടിൽ ഉറങ്ങാൻ ഇവിടെ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്ന് ഉറങ്ങിക്കോട്ടാ. നമുക്ക് പോകേണ്ടത് ആ ഫ്ലൈറ്റ് ഉണ്ട് അവിടെ ഒരു ഫ്ലൈറ്റ് എടുക്കുന്നുണ്ട്, അത് എയർ ഇന്ത്യ ഫ്ലൈറ്റ് വിസ്താര, അത് തന്നെയാണ് എയർ ഇന്ത്യ തന്നെയാണ്. പിന്നെ ഈ യമൻ എയർലൈൻസ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും പാസഞ്ചർ ഒറ്റ ബ്രിഡ്ജിൽ കൂടെ പോയിട്ട് അവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം, ഈ ഏരിയയിൽ നിന്ന് സെപ്പറേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നോക്കിയാൽ ഇവിടെ യമൻ പാസഞ്ചേഴ്സൊക്കെ ഒരുപാട് ഇരിക്കുന്നുണ്ട് കേട്ടോ. യമൻ എയർലൈൻസിൻ്റെ പാസഞ്ചറും എയർ ഇന്ത്യയുടെ പാസഞ്ചറും മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറാനുള്ള പരിപാടിയിലാണ്. നോക്കട്ടെ, നമ്മൾ പോകാൻ പോണത് എയർ ഇന്ത്യയുടെ വിസ്താര ഫ്ലൈറ്റ് കേട്ടോ, എയർബസ് 320 നിയോണാണ്. ഓക്കെ, ഓപ്പറേറ്റഡ് ബൈ എയർ ഇന്ത്യ എന്ന് എഴുതിയേക്കണല്ലേ. ഇത് വിസ്താര. ഹായ് ഹായ്. വിസ്താര കൊള്ളാട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് വിസ്താരയൊക്കെ ആയിരുന്നു. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എയർ ഇന്ത്യയുടെ വിസ്താര ഫ്ലൈറ്റ്. ഓക്കെ, 18A 15 16 17 18A ആ വിൻഡോ സീറ്റാണ് കേട്ടോ നമ്മളെ. ഇതാണ്. ഓക്കെ, സീരീസ് എയർ ഇന്ത്യയുടെ പുതിയ ലോഗൊക്കെയാണ്. ഒരു ചാർജറിൻ്റെ സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇത് വിസ്താര ഫ്ലൈറ്റ് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നെന്ന് അറിയില്ല. ഇതിന് മുന്നേ ഞാൻ എയർ ഇന്ത്യയിൽ ട്രാവൽ ചെയ്തത് സീറ്റൊക്കെ തുണിയുടെ ആയിരുന്നു. പിന്നെ കാല് വെക്കാനുണ്ടില്ല, കാല് വെക്കുമ്പോൾ നല്ല ഗ്യാപ്പ് ഉണ്ട് ഇവിടെ കാല് വെക്കാനായിട്ട്. ആരാണ് പറഞ്ഞത് എയർ ഇന്ത്യ തല്ലിപ്പൊളി ഫ്ലൈറ്റ് ആണ്? എല്ലാ അടിപൊളി ഫ്ലൈറ്റാണ്. അഹമ്മദാബാദിലെ അപകടത്തിന് ശേഷം എയർ ഇന്ത്യയിൽ പോകാൻ ഒരുപാട് ആൾക്കാർക്ക് പേടിയാണ്.
അപ്പോൾ ഫുഡ് വന്നിട്ട് ഇതാ ചിക്കൻ കറിയും നെയ്ച്ചോറും കേട്ടോ ഫുഡ് വന്നേക്കണത്. പിന്നെ അതുപോലെ തന്നെ ഒരു സലാഡ് ഉണ്ട്, പിന്നെ ഒരു സീഡ്സ് സലാഡ് പോലത്തെ ഒരു ഇത് മക്രോണിയുടെയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ബന്ന് വന്നിട്ടുണ്ട്, അതിൽ ബന്ന് കണ്ടില്ലേ ബന്ന്. പിന്നെ വാട്ടർ, ചെറിയ ബോട്ടിൽ വാട്ടർ, പിന്നെ അമുലിൻ്റെ ഒരു ബട്ടർ ഉണ്ട് കണ്ടില്ലേ, അമുലിൻ്റെ ബട്ടർ. പിന്നെ ജ്യൂസ് ഒഴിച്ച് തന്നിട്ട് ഞാൻ കുടിച്ച്, അതിന് ശേഷമാണ് ഈ കാണിക്കുന്നത്. ഞാൻ ദാഹിച്ചിട്ട് ഞാൻ തന്നെ കുടിച്ച് വേഗം. അപ്പോൾ ഇതൊക്കെയാണ് എയർ ഇന്ത്യയുടെ ഭക്ഷണം. നല്ല ഭക്ഷണമായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ ഹാപ്പിയായി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അത് കൊച്ചിയിലെത്തിയിട്ട് ഇതാ ഇറങ്ങുകയാണ്. പലപ്പോഴായിട്ട് പല ഫ്ലൈറ്റുകളും ഞാൻ വന്നിട്ട് കൊച്ചിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതാ ടെർമിനൽ 3ൻ്റെ ഫ്ലൈറ്റിൽ ടെർമിനൽ 1 കൊണ്ട് നിർത്തും. എന്നിട്ട് അവിടെ നിന്ന് സ്റ്റെപ്പ് വഴി താഴത്ത് ഇറങ്ങിയിട്ട് നമ്മൾ ബസ്സിനാണ് പോക്ക്. ഞാൻ തായ്ലാൻഡിൽ നിന്ന് വന്നപ്പോൾ അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. തായ് എയർലൈൻസ് ടെർമിനൽ 3ലാണ് അറൈവൽ കാണിച്ചിരുന്നെങ്കിലും ടെർമിനൽ 1 പോയിട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് വഴി ടെർമിനൽ 3ലേക്കാണ് ഞങ്ങൾ പോയത്. എയർ ഇന്ത്യയിൽ എൻ്റെ ഒപ്പം യാത്ര ചെയ്ത ഒരുപാട് പ്രവാസികളുണ്ട് കേട്ടോ, കൊച്ചുകുട്ടികളും അവരൊക്കെ ഉണ്ടായിരുന്നു. സുരക്ഷിതമായി കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി, എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ ബസ്സിൽ ഞങ്ങൾ ടെർമിനൽ 3 എത്തി. ടെർമിനൽ 3 പണ്ടത്തെ പോലെ അല്ല കേട്ടോ, വളരെ സ്മൂത്തായിട്ടാണ് കാര്യങ്ങളിപ്പോൾ എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം നാളല്ല, ഒരു 2-3 വർഷം മുന്നേ വരെ ഭയങ്കര തിരക്കായിരുന്നു ഇമിഗ്രേഷനിൽ. ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറി. ആ സ്ഥിതിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റും. ഒരുപാട് പുതിയ പോലീസുകാരൊക്കെയാണ്, നല്ല ചുറുചുറുക്കുള്ള പോലീസുകാരൊക്കെയാണ് ഇപ്പോൾ കൊച്ചിയിലിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കൗണ്ടറുകളൊക്കെ തുറന്നു. അങ്ങനെ എല്ലാവരും ഈ കൗണ്ടർ ലക്ഷ്യമാക്കി നടക്കുന്നുണ്ട്. അങ്ങനെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് വളരെ സ്മൂത്തായിട്ട് പിന്നെ നേരെ പോണത് കൊച്ചി ഡ്യൂട്ടി ഫ്രീയിൽ കണ്ടാ. കൊച്ചി ഡ്യൂട്ടി ഫ്രീ പഴയ ഡ്യൂട്ടി ഫ്രീ അല്ല കേട്ടോ. ഇപ്പോൾ ദുബായ് എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീനോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ള അവരുടെ പ്രവൃത്തി. വേറെ ഒന്നല്ല, ഇതാ കണ്ടില്ലേ, അവിടെ ഒരു കാറൊക്കെ സമ്മാനമായിട്ട് വെച്ചിട്ടുണ്ട്. കാറ് ബൈക്കൊക്കെ കൊടുത്തത് നമുക്ക് അറിയാൻ പറ്റും. ഇതിന് മുന്നേ ഒരു ബൈക്കൊക്കെ ഉണ്ടായിരുന്നു കൊച്ചി ഡ്യൂട്ടി ഫ്രീയിൽ. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്, പണ്ടത്തിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടുണ്ട് ഡ്യൂട്ടി ഫ്രീയിൽ. ഇനി ബാഗ് എടുത്തിട്ട് പോകണം, ബാഗിൻ്റെ ബെൽറ്റിലേക്ക് പോകുക കേട്ടോ. ബാഗുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എയർ ഇന്ത്യയിലെ സർവീസ് എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട്, നല്ല സർവീസാണ്. ഇതിനും മുന്നേ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കംപ്ലൈൻ്റ് ഒക്കെ പറയണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഫുഡ് സാധനങ്ങളൊക്കെ ആയിരുന്നു, ഫുഡൊക്കെ നിങ്ങൾ കണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ നല്ലോണം ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ആൽക്കഹോൾ കുടിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലോണം കൊടുക്കുന്നുണ്ട്. ഫുഡ് 2 പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം ജ്യൂസ്, വെള്ളം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എയർ ഇന്ത്യ അങ്ങനെ അങ്ങോട്ട് താന്നു പോയിട്ടില്ല, നല്ല ഫ്ലൈറ്റാണ്. നിങ്ങൾക്ക് യാത്ര ചെയ്യണം. എയർ ഇന്ത്യ എക്സ്പ്രസിനെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത്, എയർ ഇന്ത്യനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ബാഗ് എടുത്തിട്ട് പോട്ടെ. അങ്ങനെ എൻ്റെ ബാഗ് കിട്ടിയിട്ട്, അതെ ഇതാണ് ബാഗ്. ഓക്കെ, പിന്നെ ഒരു ചെറിയ കവറും ഡ്യൂട്ടി ഫ്രീഡ്, അത് മാത്രമേ ഉള്ളൂ. ചെറിയ വെക്കേഷൻ അല്ലേ. അപ്പോൾ ബാഗ് കിട്ടി, ഇനി പുറത്തേക്ക് പോകണം. ഓക്കെ, അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.